നമസ്കാരം. ഒരുത്തനും പത്തോട്ടിന് വേണ്ടിയിട്ട് ഒരുത്തൻ്റെ തിണ്ണ നിറങ്ങാൻ വേണ്ടി പോകില്ല എന്ന് ഉറച്ച് പ്രഖ്യാപിച്ച ഒരു നേതാവുണ്ട്, വി.ഡി. സതീശൻ. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് കൂടിയാണല്ലോ. ഒരുത്തൻ്റെയും തിണ്ണ നിറങ്ങാൻ പോകില്ല എന്ന് പറഞ്ഞു. എന്നാൽ കാര്യം ഇങ്ങനെയൊക്കെ പറയുമെങ്കിൽ തന്നെയും വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം പലയിടങ്ങളിൽ തിണ്ണ നിറങ്ങാൻ പോയതിൻ്റെ ചരിത്രം നമുക്കറിയാം. NSSൻ്റെ ജനറൽ സെക്രട്ടറി തന്നെ ഒരു ദിവസം വ്യക്തമാക്കിയിരുന്നു, ആ തിണ്ണയിൽ പല മണിക്കൂറുകൾ വന്നിരുന്നിട്ടുള്ള ഒരാൾ തന്നെയാണ് വി.ഡി. സതീശൻ എന്നുള്ള കാര്യം. NSS ജനറൽ സെക്രട്ടറി തന്നെയാണ് ആ കാര്യം നേരിട്ട് ബോധ്യപ്പെടുത്തിയത് എന്നുള്ളതും ഒരു രസകരമായ അനുഭവമായി നമുക്ക് കാണാം. പിന്നീട് പെന്തക്കോസ് സഭയുടെ പരിപാടിക്കായി പോയിരുന്നു എന്നുള്ളതും വാസ്തവമാണ്. അതിനെക്കുറിച്ചും ഈ പറയുന്ന വി.ഡി. സതീശൻ പറഞ്ഞ നുണകളെല്ലാം നമ്മൾ കേട്ടതുമാണ്. എന്നാൽ അത്രയും വലിയ നിലപാടുകൾ എടുത്ത ഒരു രാഷ്ട്രീയ നേതാവായി വി.ഡി. സതീശനെ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് കൂടെ നടക്കുന്നവരൊക്കെ വിളിച്ചു തുടങ്ങിയെങ്കിൽ തന്നെയും അടുത്ത നിലപാട് പുറത്തേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ഡീൽ എന്ന് പറയുന്ന ഒരു വാക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് CPM ഇവിടുത്തെ BJPയുമായി ഡീൽ നടത്തുന്നു, അല്ലെങ്കിൽ സന്ധി ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ പരാജയപ്പെടുത്താൻ വേണ്ടി, അതായത് UDFനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഒരുപാട് മണ്ഡലങ്ങളുടെ, ഒരു 3-4 മണ്ഡലങ്ങളുടെ പേരുകളൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അവിടെയൊക്കെ വ്യക്തമായ ഡീൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആ ഡീലിലേക്ക് പോകാനുള്ള, അല്ലെങ്കിൽ ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല. ഇതിനകത്ത് ന്യൂനപക്ഷ പ്രീണനം എന്നൊരു ലക്ഷ്യം മാത്രം ബാക്കിയാകുന്നു, അല്ലെങ്കിൽ അത് മാത്രമാണ് ലക്ഷ്യം. ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുമ്പോൾ ഇപ്പം പാലക്കാട് നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആദ്യത്തെ ഡീൽ ആരോപണം വരുന്നത്. അവിടെ BJPയും CPMും സന്ധി ചെയ്തുകൊണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നയിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ വി.ഡി. സതീശൻ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. പിന്നീട് കോന്നി, ചെങ്ങന്നൂർ തുടങ്ങിയ മണ്ഡലങ്ങളെല്ലാം ഈ തരത്തിൽ ചിന്തിക്കപ്പെടേണ്ടതാണ്. എന്നാൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല. സാധാരണഗതിയിൽ ഒരു ഡീൽ ആരോപണം പുറത്തേക്ക് ഒഴുകിയെത്തുന്നത് പലപ്പോഴും ആ തെരഞ്ഞെടുപ്പ് കഴിയുകയും അതിൻ്റെ റിസൾട്ട് വരികയും ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും. കാരണം തങ്ങൾക്ക് ലഭിക്കാവുന്ന വോട്ടുകളുടെ കുറവുകൾ പരിഗണിച്ചുകൊണ്ടും, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക്, മുന്നണികൾക്ക് പരസ്പരമുണ്ടായ, കഴിഞ്ഞ കാലഘട്ടത്തിലെ അപേക്ഷിച്ച് പരസ്പരമുണ്ടായ വോട്ടിൻ്റെ കുറവുകളെയും ഒക്കെ ആസ്പദപ്പെടുത്തിയായിരിക്കും പലപ്പോഴും ഈ ഡീൽ എന്ന് പറയുന്ന ഒരു ആരോപണം നമുക്ക് ഉദാഹരിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഉന്നയിക്കാൻ കഴിയുന്നത്. ഉദാഹരണമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിൻ്റെ ഫലവും വന്നതിന് ശേഷം മാത്രമാണ് അവിടെ കോൺഗ്രസും BJPയും തമ്മിൽ ശക്തമായി നടന്ന ഒരു വോട്ട് കച്ചവടത്തെക്കുറിച്ച് പുറം ലോകം തന്നെ അറിയുന്നത്. അതുവരെ എല്ലാ മുന്നണികൾക്കും, 3 മുന്നണികൾക്കും അതീവ വിജയപ്രതീക്ഷ, പ്രത്യേകിച്ച് K. മുരളീധരനെ പോലെ ഒരു നേതാവിന് ശക്തമായ പ്രതീക്ഷ തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. എന്നിട്ട് പോലും 19,000-ലധികം വോട്ടുകൾ കോൺഗ്രസ്സിന് ലഭിക്കേണ്ടിയിരുന്നത് നേരെ BJPയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയിലേക്ക് എത്തുകയായിരുന്നു. അപ്പോൾ എപ്പോഴും ഡീൽ നടക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം, ഫലം വന്നതിന് ശേഷവുമാണ് എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഏത് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് വി.ഡി. സതീശൻ ഇങ്ങനെയൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇതുവരെയായി രാഷ്ട്രീയ കേരളത്തിലുള്ളവർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം. നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഇവിടുത്തെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇവർ ദേശീയ തലത്തിൽ പോലും ഉയർത്തുന്ന ഒരു കാര്യം. എന്നാൽ ബാക്കിയുള്ള പ്രതിപക്ഷ നേതാക്കന്മാരെ, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട മുഖ്യമന്ത്രിമാരെയെല്ലാം ED തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു, അല്ലെങ്കിൽ അന്വേഷണം നടത്തി ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ്. ഡെക്കാൻ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഏറ്റവും പ്രധാനികളിൽ ഒരാളായ ഡൽഹി പോലെയുള്ള ഇന്ദ്രപ്രസ്ഥം സ്ഥിതി ചെയ്യുന്ന ഡൽഹിയിലെ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു നേതാവിനെ കുടുക്കിയത് BJP അല്ല, പകരം കോൺഗ്രസ് ആണ് എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ ഇവരെ കുടുക്കാനൊക്കെ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് എന്നുള്ളത് വസ്തുതയാണ്. ഇനിയും കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ഇത്രയും ഡീല് എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു? CPM അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ CPM പങ്കുചേർന്നിരിക്കുന്നു എന്ന് പറയുന്ന BJP സംഘപരിവാർ പാർട്ടിയാണ്. അതായത് ഒരു വർഗീയ പാർട്ടിയായി മുദ്ര കുത്തപ്പെട്ട ഒരു പാർട്ടി തന്നെയാണ് BJP. അതിനകത്ത് ആർക്കും യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടി ഏതുതരം വർഗീയതയാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു ഹിന്ദു ഭൂരിപക്ഷ വർഗീയതയാണ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂരിപക്ഷ വർഗീയത ഉയർത്തിപ്പിടിക്കുമ്പോൾ സ്വാഭാവികമെന്നോണം ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നതായി നമുക്ക് അറിയാം. അപ്പോൾ ഇതിൽ നിന്നും അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ UDF ഉദ്ദേശിക്കുന്നത്, ഈ രീതിയിൽ
BJP എന്ന് പറയുന്ന സംഘപരിവാർ ശക്തിയുമായി അല്ലെങ്കിൽ ഹിന്ദു വർഗീയതയുമായി ഇവിടുത്തെ ഇടതുപക്ഷം കൂട്ടുചേർന്ന് കഴിയുമ്പോൾ ഇവിടെ ന്യൂനപക്ഷം അതിക്രൂരമായി ആക്രമിക്കപ്പെടും എന്ന് പറയുന്ന ഒരു പുതിയ തന്ത്രമാണ് ശരിക്കും ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, പച്ചയ്ക്ക് പറഞ്ഞാൽ, ന്യൂനപക്ഷ വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് തേടാനുള്ള UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പുതിയ തന്ത്രമായി ഇതിനെ വിലയിരുത്താൻ സാധിക്കും. നമുക്കറിയാവുന്നതുപോലെ UDF എന്ന് പറയുന്ന വലിയ മുന്നണിയിൽ മുസ്ലിം ലീഗ് ഉണ്ട്. അതോടൊപ്പം ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്നതാകട്ടെ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും പോലുള്ള സംഘടനകളുമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഏകദേശം 25% മുകളിൽ വോട്ട് ഷെയറുള്ള ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പക്ഷം അല്ലെങ്കിൽ ഒരു വിഭാഗം തന്നെയാണ് ഈ ന്യൂനപക്ഷ വിഭാഗം, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗം. നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള മുസ്ലിം വിഭാഗത്തെ ഏത് തരത്തിലും കൂടെ നിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ VD സതീശൻ ശ്രമിക്കുന്നത്. അതിൽ നിന്ന് ഒരു വോട്ട് പോലും ചോർന്നു പോകരുത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ വടക്കൻ ജില്ലകളായ മലപ്പുറം, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ ഏകദേശം വരുന്ന മുഴുവൻ മണ്ഡലങ്ങളിലും കൂടുതൽ വിജയിക്കാൻ കഴിഞ്ഞ, എനിക്ക് തോന്നുന്നു അവിടെ 48 മണ്ഡലങ്ങളോളം ഇതിനകത്ത് വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ മണ്ഡലങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ വിജയം നേടാൻ കഴിഞ്ഞ പാർട്ടി അല്ലെങ്കിൽ മുന്നണി LDF തന്നെയാണ്. അപ്പോൾ അങ്ങനെ LDFിലേക്ക് ഇനിയും തന്നെയുമല്ല, ഈ ന്യൂനപക്ഷം ധാരാളമായി കാണുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പറയുന്ന 4 മലബാർ മേഖല. ആ മലബാർ മേഖലയിലും ഒരു ഭൂരിപക്ഷം ഉറപ്പിക്കാൻ LDFന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതലും വന്നിരിക്കുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയാണ് എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ന്യൂനപക്ഷ വോട്ടുകൾക്ക് തടയിടാൻ വേണ്ടിയിട്ട് ബോധപൂർവമായി നടത്തുന്ന ഒരു ആരോപണം മാത്രമാണ് ഡീൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് AP സമസ്തയുടെ വിഭാഗത്തിനോട് സമസ്തയുടെ നേതാവായ ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി ഈ തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് പുതുതായി വരുന്നൊരു വാർത്ത. അതായത് VD സതീശൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒരു 10 വോട്ടിന് വേണ്ടിയിട്ട് ഒരു വർഗീയവാദിയുടെയും അല്ലെങ്കിൽ ഒരു മതസംഘടനയുടെയും തിണ്ണ നിരങ്ങാൻ പോകില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ച VD സതീശൻ ഈ പറയുന്ന സമസ്തയുടെ നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. എന്തിനായിരിക്കാം സ്വാഭാവികമായ ആ കൂടിക്കാഴ്ച നടക്കുക? ഈ മലബാർ മേഖലകളിൽ ഏറ്റവും അധികം വോട്ട് ബാങ്ക് ഉള്ള ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുക. കാര്യം മുസ്ലിം ലീഗ് തങ്ങളോടൊപ്പം ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ഒപ്പമുണ്ട്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന SDPIക്കാരൊപ്പമുണ്ട്. ഇവരെല്ലാവരും ഒപ്പമുള്ള സാഹചര്യത്തിൽ ഇനിയും കാന്തപുരം മാത്രമാണ് അകന്നു നിൽക്കുന്നത്. ഈ പറയുന്ന സമസ്ത കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം സ്വീകരിച്ചിരുന്ന ഒരു ഇടതുപക്ഷ നയമുണ്ട്, അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ സമദൂരം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമൊക്കെ അവർ അവതരിപ്പിക്കുകയും ചെയ്തെങ്കിൽ തന്നെയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇവർ പിന്തുണച്ചിരുന്നത് ഇടതുപക്ഷത്തെ തന്നെയാണ്. അപ്പോൾ അവരെ ഇടതുപക്ഷത്ത് നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഈ പറയുന്ന തരത്തിൽ ഇവിടെ BJPയും CPMും ചേർന്നുകൊണ്ട് ഇവിടെ ഒരു സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. അത് ന്യൂനപക്ഷങ്ങൾക്ക് വലിയ ഭീഷണിയായി മാറുമെന്നുള്ള ഒരു തെറ്റായ നരേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡീൽ ആരോപണത്തിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനിയും നോക്കിക്കോളൂ, എന്നാൽ ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് തുടങ്ങി വെച്ചതാണോ? അതെ. എന്നാൽ കുറച്ചു കാലത്തിന് പിന്നിലേക്ക് നമ്മളൊന്ന് സഞ്ചരിച്ച് നോക്കിക്കോളൂ. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടുത്തെ BJPക്കെതിരായി അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരായും മലപ്പുറം ജില്ലയ്ക്കെതിരായും നടത്തിയ പരാമർശങ്ങൾ, ഈ പരാമർശത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരിക്കൽ പോലും സംസാരിക്കേണ്ട വേദി അല്ലാതിരുന്ന കേരള യാത്രയിൽ, അതായത് AP അബൂബക്കർ മുസ്ലിയാർ നടത്തിക്കൊണ്ടിരുന്ന ആ വേദിയിൽ കയറിയുന്നുണ്ട് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് പോയ ഒരു നേതാവിൻ്റെ പേര് VD സതീശൻ എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന വെറുതെ എറിഞ്ഞിടുകയായിരുന്നില്ല, മറിച്ച് ഇത് കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെ VD സതീശൻ പ്രയോഗിച്ചതാണ് എന്ന് മനസ്സിലാക്കാം. അതായത് എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ വികസനം പറഞ്ഞുകൊണ്ടോ വികസന മുരടിപ്പ് പറഞ്ഞുകൊണ്ടോ അഴിമതി പറഞ്ഞുകൊണ്ടോ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാരിനെ താഴെ ഇറക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ള വിവരം കൃത്യമായി VD സതീശനും സംഘത്തിനും അറിയാം. അപ്പോൾ അവിടെ വികസന മുരടിപ്പിനെ കുറിച്ച് പറയാൻ കഴിയില്ല, ഒന്നിനെക്കുറിച്ചും പ്രത്യേകിച്ച് അഴിമതിയെക്കുറിച്ച് പറയാനൊന്നുമില്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ എടുത്ത് പ്രയോഗിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇവിടെ എടുത്ത് പ്രയോഗിക്കേണ്ട ഒരു രീതി അല്ലെങ്കിൽ ഒരു കാർഡ് വർഗീയതയുടെ കാർഡാണ്. ആ കാർഡ് കൃത്യമായി ഇറക്കുക എന്നുള്ളതാണ് ഈ ഏറ്റവും ഒടുവിലത്തെ ആയുധം എന്നുള്ള നിലയിൽ VD സതീശൻ പ്രയോഗിച്ചിരിക്കുന്നത്. ഇവിടെ അങ്ങനെ വേണം ആ ഒരു സ്ഥിതിവിശേഷത്തെ നമ്മൾ കാണാൻ.
അതായത് NSSന്റെ വോട്ടുകൾ കൃത്യമായി വരുമോ എന്നറിയില്ല. അതോടൊപ്പം കോൺഗ്രസിൻ്റെ ഒരു വലിയ വോട്ട് ബാങ്ക് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ക്രൈസ്തവ സഭകളുടെ വോട്ടുകൾ കൂടി മാറി മറിഞ്ഞു പോകുന്നു. അവിടെ ഒരു വലിയ സ്പ്ലിറ്റ് ഉണ്ടാകുന്നു, വിള്ളലുണ്ടാകുന്നു. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് മറ്റൊരു ന്യൂനപക്ഷ സമുദായമായ മുസ്ലിങ്ങളുടെ വോട്ടുകൾ പിടിച്ചു മാറ്റുന്നതിന് വേണ്ടി ഇടതുപക്ഷവും BJPയും തമ്മിൽ ഇവിടെ ഒരു അന്തർധാര പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു വല്ലാത്ത നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കാൻ ഇവിടെ VD സതീശൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടുത്തെ കേരള ജനത കൃത്യമായി മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ വർഗീയത പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സംസ്ഥാനത്തിനകത്ത് വലിയ തോതിലുള്ള ഒരു വിള്ളൽ ഉണ്ടാക്കാനുള്ള ശ്രമം കൂടി നടത്തുകയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്നുള്ള കാര്യവും ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു.